മോള് പറഞ്ഞു അത്രേ, എനിക്ക് ബാംഗ്ലൂരിൽ പോയി പഠിക്കണം. പറഞ്ഞു, മോളെ അവിടെയൊക്കെ നീ പോയി പഠിച്ചല്ല, ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നീ പോയാൽ എന്തായി പോവുക? ഉമ്മ കരഞ്ഞു പറഞ്ഞു. വീട്ടുപണികൾക്ക് പോയിട്ടാണ് ഉമ്മ മക്കളെ പോറ്റുന്നത്. വാപ്പക്ക് പ്രത്യേകിച്ച് രോഗങ്ങളും അസുഖങ്ങളും കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വയ്യ. അവൾ പറഞ്ഞു, ഉമ്മ വാപ്പക്ക് ഏതായാലും ഒന്നും കഴിയില്ല, എനിക്കെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ കുടുംബം നന്നായി പോകുമല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ പോയി പഠിക്കട്ടെ. എവിടുന്ന് പണം കിട്ടും? അതൊക്കെ നിങ്ങൾ എങ്ങനെയും പരിശ്രമിച്ച അമ്മ കിട്ടും. ആ മോൾ ആഗ്രഹത്തിന് വഴങ്ങി കൊടുത്തു. അധിക ദിവസം പഠിച്ചില്ല സുഹൃത്തുക്കളെ, മനസ്സിലായില്ലേ? അവർ കേരളത്തിൽ തന്നെയുള്ളൊരു പ്രധാന നഗരത്തിലെ ലോഡ്ജിൽ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ലഹരി മാഫിയിലെ കണ്ണിയായി അവളിപ്പോഴുമുണ്ട്. അവളെ വിട്ടുകിട്ടാൻ അവരെല്ലാം ചെയ്തു. നിയമപാലകർ കൈമടത്തു. 19 വയസ്സായ അവളുടെ തീരുമാനമാണ്, അവളുടെ തീരുമാനം. നമുക്കൊന്നും പറ്റില്ല. ആ സ്ത്രീ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ മരിച്ച ശവങ്ങളെപ്പോലെ ഞങ്ങൾ വീട്ടിൽ ജീവിക്കുന്നു, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം, ഫോണിലുള്ള ചോദ്യം. സുഹൃത്തുക്കളെ, കണ്ണെത്താത്ത ദൂരത്ത്, യാതൊരു നിരീക്ഷണവും നിയന്ത്രണവുമില്ലാത്ത സ്ഥലത്ത് മകളെ പറഞ്ഞയക്കുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചില്ലേ എന്ന് ചോദിച്ചു. പേടിയുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ മക്കളുടെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് മോളെ നഷ്ടപ്പെട്ടതിനല്ല ഞാൻ കരയുന്നത്. ഇത്രയും അപകടകരമായ ഒരു സ്ഥലത്തിലേക്ക് അവൾ എത്താൻ കാരണം എൻ്റെ ഒരു തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇപ്പോൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം സുഹൃത്തുക്കളെ? ഞാനൊരു തെറ്റായ തീരുമാനമെടുത്തു അവളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ? ബോധ്യപ്പെടുത്തി കൊടുക്കണം, കുട്ടികളുടെ മനസ്സിൽ അത് ബോധ്യപ്പെടണം. അല്ലാണ്ട് ആര് കമ്പനി കൂടിയാലും ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ആ വാക്ക് നോക്ക് നിങ്ങൾ, വളരെ ലോജിക്കായി നല്ല ബുദ്ധിപരമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്യണം. ഞാൻ പറഞ്ഞാൽ നീയാണ് കേൾക്കുന്നല്ല, എന്തിന് കേൾക്കണം എന്നവരെ ബോധ്യപ്പെടുത്തണം. പൊന്നു മോനെ, ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നിസ്സാരമായ ഒരു കടുകുമണിയുടെ അത്ര നിസ്സാരമായ ഒരു തെറ്റ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്നാൽ നിന്റെ മനസ്സിൽ ഇതുണ്ടാവണം. എന്ത്? നിസ്സാരമായ ഒരു കടുകുമണിയുടെ കഷ്ണത്തെ പാറക്കെട്ടുകൾക്കുള്ളിൽ ആകാശങ്ങളിൽ എവിടെയും ഒളിപ്പിച്ചു വെച്ചാലും അല്ലാഹു അത് കൊണ്ടുവരും. അള്ളാഹുവിനെ കാണാതെ മോനെ ഒരു ബാത്റൂമിലും ഒരു വീടിനുള്ളിലും ഒരിരുട്ടറയിലും ഒരു വിജനപ്രദേശത്തും നിനക്കൊരു അണുമണി തൂക്കം തിന്മ പോലും നിനക്ക് പ്രവർത്തിക്കാനാവില്ല. അത് അള്ളാഹു കണ്ടുപിടിക്കും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ. നിഗൂഢ ജ്ഞാനിയാണ് അള്ളാഹു, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. മോനെ, എന്നും എല്ലാം അറിഞ്ഞ് അള്ളാഹു നിന്റെ കൂടെയുണ്ട്. എല്ലാം അറിഞ്ഞും എല്ലാം കേട്ടും അള്ളാഹു നിന്റെ കൂടെയുണ്ട്. അതൊരു വല്ലാത്ത അറിവല്ലേ സുഹൃത്തുക്കളെ? ഹോസ്റ്റൽ റൂമിൽ 6 പേരാണ്. 6 പേരും ഒന്നിച്ചുള്ള ഒരു ദിവസത്തിൻ്റെ രാത്രിയിൽ വാങ്ങിക്കൊണ്ടുവന്നു കൂടെ സ്ഥിരമായി മദ്യപിക്കുന്നവൻ മദ്യക്കുപ്പികളുമായി, വിദേശ മദ്യക്കുപ്പികളുമായി റൂമിൽ വന്നു. മനസ്സിലായില്ലേ? 2 പേര് മാത്രമേ മദ്യപിക്കുന്നവരുള്ളൂ, ബാക്കി 4 പേരും മദ്യം ജീവിതത്തിൽ തൊടാത്തവരാണ്. ആദ്യമായി ആ ക്യാമ്പസിൽ എത്തിയവരാണ്. മനസ്സിലായില്ലേ? 2 പേരും പൊട്ടിച്ചു കുടിച്ചു. കുടിക്കാൻ കൂടെയുള്ള 4 പേരെ നിർബന്ധിച്ചു. ബാക്കി 3 പേരും ആദ്യമായി മദ്യപിച്ചു. 4-മത്തവൻ എഴുന്നേറ്റു, ഇത് തൊടാൻ പറ്റൂല, ഇത് തൊടില്ലെന്നൊരു വാക്ക് കൊടുത്താണ് ഞാൻ ഈ നാട്ടിലേക്ക് പഠിക്കാൻ വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതെൻ്റെ റൂമിൽ നിന്നുള്ള എൻ്റെ യാത്രയായി പരിഗണിക്കണം. അവൻ അവിടെ നിന്ന് ഇറങ്ങി. എന്താ ഇറങ്ങാൻ കാരണം സുഹൃത്തുക്കളെ? ആരുമില്ലാത്ത ഔട്ട് ഓഫ് സ്റ്റേറ്റിൻ്റെ ഹോസ്റ്റൽ റൂമിൽ വെറുതെ കിട്ടിയ മദ്യത്തിൻ്റെ രുചി നോക്കാൻ എന്താണ് അവന് തടസ്സം? അവൻ്റെ മനസ്സിലൊരു പടച്ചവനുണ്ട്, ഒരു പരലോകബോധമുണ്ട്. അവനെ വിശ്വസ്തമായി യാത്ര അയച്ച സ്നേഹനിധിയായ മാതാപിതാക്കളുണ്ട്. ഇവരൊക്കെ പാടെ വഞ്ചിച്ചിട്ട് അത് കുടിക്കാൻ ഞാനില്ല, എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ഞാനില്ല. സുഹൃത്തുക്കളെ, ഈ ബോധങ്ങളെ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ.